എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 52ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്ര മഹാരാജാവ് സൈന്യങ്ങളോട് കൂടിയിട്ട് വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് വന്നു എന്നാണ്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള, എന്നാൽ മൃഗങ്ങളും പക്ഷികളും ബ്രഹ്മർഷികൾ, ദേവർഷിമാർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ടുള്ളതായ, മൃഗങ്ങളും ഒക്കെ ചേർന്നതായ അതിസുന്ദരമായിട്ടുള്ള ആശ്രമം കണ്ടിട്ട് അത് വിശ്വാമിത്രൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. വസിഷ്ഠൻ്റെ ആശ്രമമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ അതിഥി സത്കാരത്തിനായിട്ട് ചെല്ലുകയാണ്. നമുക്ക് 1ാമത്തെ ശ്ലോകം നോക്കാം. തം ദൃഷ്ട്വാ പരമപ്രീതോ വിശ്വാമിത്രോ മഹാബല പ്രണതോ വിനയാദ്വീരോ വസിഷ്ഠം ജപതാം വരം. തം ദൃഷ്ട്വാ പരമപ്രീത വിശ്വാമിത്ര മഹാബല. തം ദൃഷ്ട്വ, വസിഷ്ഠൻ്റെ ആശ്രമമാണ്. അവിടെ വസിഷ്ഠനെ കണ്ടിട്ട് പരമപ്രീത, വല്ലാതെ സന്തോഷവാനായിത്തീർന്ന, മഹാബലശാലിയായിട്ടുള്ള, സൈന്യം എന്നും അർത്ഥം പറയാം, സ്വയം നല്ല ആരോഗ്യവും തണ്ടും തടിയും ശക്തിയുമൊക്കെ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലും പറയാം. അങ്ങനെയുള്ള വിശ്വാമിത്രൻ പ്രണതോ വിനയാദ്വീരോ വസിഷ്ഠം ജപതാം വരം. വസിഷ്ഠം ജപതാം വരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, തപസ്സുകൊണ്ട് ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവനായ, മറ്റുള്ളവരൊക്കെ ആരാധിക്കുന്നവനായിട്ടുള്ള ജപതാം വരം വസിഷ്ഠം. അങ്ങനെയുള്ള വസിഷ്ഠമുനിയെ വീരനായിട്ടുള്ള വിശ്വാമിത്രൻ വിനയാത് പ്രണത, വളരെ വിനയത്തോടു കൂടിയിട്ട് പ്രണമിച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് എന്താണ് അവിടെ സംസാരിക്കാൻ പോണത് എന്നുള്ളതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം നോക്കാം. സ്വാഗതം തവ ചേത്യുക്തോ വസിഷ്ഠേന മഹാത്മന ആസനം ജാസ്യ ഭഗവാൻ വസിഷ്ഠോ വ്യാധിദേശഃ. സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ആര് വന്നാലും വളരെ വിനയാന്വിതനായിട്ടുള്ള വസിഷ്ഠമുനി എന്താ ചെയ്യുക? എല്ലാവരെയും സ്വാഗതം ചെയ്യും. അതാണ് ഇവിടെ പറയണത്. വിനയത്തോടു കൂടിയിട്ടാണ് വിശ്വാമിത്രൻ വന്നതെങ്കിലും അതേ വിനയം തന്നെ, അതേ മര്യാദകൾ തന്നെ വസിഷ്ഠനും വിശ്വാമിത്രനോട് കാണിക്കുകയാണ്. നേരെ വിശ്വാമിത്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, തവ സ്വാഗതം ഇതി ഉക്തഃ, അങ്ങേക്ക് എൻ്റെ ആശ്രമത്തിലേക്ക് സ്വാഗതം എന്ന് പറയപ്പെട്ടവനായ, ആരാൽ പറയപ്പെട്ടു? മഹാത്മനാ വസിഷ്ഠേന ഉക്തഃ വിശ്വാമിത്ര. മഹാത്മാവായിട്ടുള്ള വസിഷ്ഠനാൽ പറയപ്പെട്ടവനായിട്ടുള്ള ആ വിശ്വാമിത്രൻ എൻ്റെ ആശ്രമത്തിലേക്ക് വേഗം കയറി വരൂ എന്നിങ്ങനെ സ്വാഗതം ആശംസിച്ചവനായ, വസിഷ്ഠനാൽ സ്വാഗതം ആശംസിക്കപ്പെട്ടവനായ വിശ്വാമിത്രൻ ആ ആശ്രമത്തിൻ്റെ അകത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ വസിഷ്ഠൻ എന്താ ചെയ്തത്? അസ്യ ഭഗവാൻ വസിഷ്ഠ ആസനം വ്യാധിദേശ. അങ്ങനെ അകത്തേക്ക് വന്നവനായിട്ടുള്ള വിശ്വാമിത്ര മഹാരാജാവിന് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം വസിഷ്ഠൻ നൽകുകയും ചെയ്തു. നമുക്ക് വിശ്വാമിത്ര മഹാമുനി എന്ന് പറഞ്ഞിട്ടാണ് ശീലം എന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ മഹാരാജാവ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ രാജാവ് ആയിരിക്കുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണതല്ലോ. അതുകൊണ്ട് മഹാരാജാവായിട്ടുള്ള വിശ്വാമിത്രനെ കണ്ട് വളരെ വിനയാന്വിതനായിട്ടുള്ള വസിഷ്ഠൻ എണീറ്റ് ചെന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രന് ഇരിക്കാനുള്ളതായ ഇരിപ്പിടം നൽകി എന്നാണ് പറയണത്. ഇനി ആതിഥ്യ മര്യാദകളൊക്കെ എന്താണ് ചെയ്തത് വസിഷ്ഠൻ എന്ന് പറയാണ്. 3ാമത്തെ ശ്ലോകം നോക്കാം. ഉപവിഷ്ടായ ച തദാ വിശ്വാമിത്രായ ധീമതേ യഥാന്യായം മുനിവര ഫലമൂലമുപാഹരത്. തദാ, അപ്പോൾ, അതായത് വസിഷ്ഠന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് അകത്തേക്ക്, ആശ്രമത്തിൻ്റെ അകത്തേക്ക് കയറി ചെന്നവനായ വിശ്വാമിത്രൻ, ആ വിശ്വാമിത്രനായിക്കൊണ്ട് ഉപവിഷ്ടായ, ഇരിപ്പിടത്തിൽ ഇരുന്നവനായ, ധീമതേ വിശ്വാമിത്രായ, ബുദ്ധിമാനായ തപസ്വിയായിട്ടുള്ള ആ വിശ്വാമിത്രനായിക്കൊണ്ട്, മുനിവരഹ, മുനിവരൻ വസിഷ്ഠൻ, യഥാന്യായം ഫലമൂലം ഉപാഹരത്. യഥാന്യായം എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ, വിധിപൂർവകമായിട്ട് ഒരു മഹാരാജാവ് വരുമ്പോൾ എങ്ങനെയാണ് ആ മഹാരാജാവിനെ ആനയിക്കേണ്ടത്, സ്വാഗതം പറയേണ്ടത് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് വസിഷ്ഠന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് മുനിവര എന്ന് പറഞ്ഞത്. ആ മുനിവരൻ യഥാന്യായം ഫലമൂലം ഉപാഹരത്, വേണ്ടതുപോലെ ഫലങ്ങളും മൂലങ്ങളും, ഫലങ്ങൾ, പഴങ്ങൾ, മൂലങ്ങൾ, വേരുകൾ,
അതായത് ചില ചെടികളുടെയൊക്കെ പഴങ്ങൾ തിന്നും, വേറെ ചില ചെടികളുടെയൊക്കെ വേരോ അല്ലെങ്കിൽ വേരിലുണ്ടാകുന്നതായ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വസ്തുക്കൾ അതൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ കൊണ്ടു കൊടുത്തു. അതാണ് യഥാന്യായം ഉപാഹരത്. രാജാവിനെ വേണ്ടതുപോലെ ബഹുമാനിച്ചു, ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം എന്താണ്ടായത്? 4ാമത്തെ ശ്ലോകം നോക്കാം. പ്രതിഗൃഹ്യതു താം പൂജാം വസിഷ്ഠാദ രാജസത്തമ തപോഗ്നിഹോത്ര ശിഷ്യേഷു കുശലം പര്യപൃച്ഛത. താം പൂജാം പ്രതിഗൃഹ്യ, ആ പൂജ സ്വീകരിച്ചിട്ട്, അതായത് വസിഷ്ഠൻ വിശ്വാമിത്രന് നൽകിയതായിട്ടുള്ള പൂജകൾ സ്വീകരിച്ചിട്ട്, വസിഷ്ഠനിൽ നിന്നും ലഭിച്ചതായ പൂജകളൊക്കെ, ആതിഥ്യ മര്യാദകളൊക്കെ സ്വീകരിച്ചിട്ട്, രാജസത്തമ, രാജന്മാരിൽ വെച്ച ഏറ്റവും സത്തമനായ ഉന്നത കുലജാതനായിട്ടുള്ള വിശ്വാമിത്രൻ, തപോഗ്നിഹോത്ര ശിഷ്യേഷു കുശലം പര്യപൃച്ഛത, കുറേ കാര്യങ്ങൾ, തപസ്സിനെ പറ്റി, അഗ്നിഹോത്രത്തെ പറ്റി, ശിഷ്യന്മാരെ പറ്റിയൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുശലം തന്നെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ അങ്ങനെയാണ്, എല്ലാ അതിഥികൾ വരുമ്പോഴും കുശലം ചോദിക്കും, എല്ലാം നന്നായി നടക്കുന്നില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. അതിനെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. തപസ് എല്ലാവരുടെയും വേണ്ട പോലെ വർദ്ധിക്കുന്നില്ലേ, വേണ്ട തപോബലം ഉണ്ടാകുന്നില്ലേ, അഗ്നിഹോത്രാദി യാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, തടസ്സങ്ങളൊന്നുമില്ലല്ലോ, അതുപോലെ ശിഷ്യന്മാരൊക്കെ നന്നായി പഠിക്കുന്നില്ലേ, ഇവരൊക്കെ പറഞ്ഞത് കേൾക്കണില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ രാജാവ് എന്നുള്ള നിലയ്ക്ക് വിശ്വാമിത്രൻ വസിഷ്ഠനോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ്, കുശലം ചോദിച്ചു. ഇനി 5ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വാമിത്രോ മഹാതേജ വനസ്പതിഗണേ തദാ സർവത്ര കുശലം പ്രാഹ വസിഷ്ഠോ രാജസത്തമം. മഹാതേജസ്വിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ തഥാ വനസ്പതിഗണേ കുശലം പര്യപൃച്ഛത, അത് അപ്പുറത്തെ തൊട്ട് 30 ശ്ലോകത്തിൽ നിന്ന് നമ്മൾ കൂട്ടി വായിക്കണം. വനസ്പതി ഗണങ്ങൾക്കും കുശലം തന്നെയല്ലേ എന്ന് ചോദിച്ചു. വനസ്പതികൾ എന്ന് പറഞ്ഞാൽ കാട്ടിലെ വലിയ വലിയ വടവൃക്ഷങ്ങൾ, മരങ്ങളാണ്. പലതരത്തിലുള്ള വലിയ കാട്ടുവൃക്ഷങ്ങളുണ്ടാവും, അവരെയൊക്കെയാണ് വനസ്പതികൾ എന്ന് പറയണത്. അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്ക്, ആശ്രമ വൃക്ഷങ്ങൾക്കൊക്കെ സൗഖ്യം തന്നെയല്ലേ? അവ മരങ്ങൾ നശിച്ചു പോവുകയോ കൊമ്പുകൾ വീണു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുകയോ ഒന്നുമില്ലല്ലോ എന്നുള്ള കുശലം മരങ്ങളെ പറ്റിയിട്ട്, ആശ്രമ വൃക്ഷങ്ങളെ പറ്റിയിട്ട് പോലും ചോദിച്ചു. അതൊക്കെ കേട്ടിട്ട് സർവത്ര കുശലം പ്രാഹ വസിഷ്ഠോ രാജസത്തമം, എല്ലാ കാര്യങ്ങളിലും സുഖം തന്നെയാണ് എന്ന് രാജസത്തമം വസിഷ്ഠ പ്രാഹ. എല്ലാവർക്കും സുഖം തന്നെയാണ്, ആശ്രമത്തിലെമ്പാടും സുഖമാണ്, മരങ്ങൾക്കും തരുലതാദികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ സുഖം തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ ഋഷിവൃന്ദങ്ങൾക്ക്, ശിഷ്യന്മാർക്ക്, യാഗാദി കർമ്മങ്ങൾക്ക് ഒക്കെ സുഖം തന്നെയാണ് എന്ന് വസിഷ്ഠൻ വിശ്വാമിത്ര മഹാരാജാവിനോട് മറുപടി പറഞ്ഞു. അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം. 6ാമത്തെ ശ്ലോകം. സുഖോപവിഷ്ടം രാജാനം വിശ്വാമിത്രം മഹാതപാഹ പപ്രച്ഛ ജപതാം ശ്രേഷ്ഠോ വസിഷ്ഠോ ബ്രഹ്മണസുത. അങ്ങനെ രാജാവിനോടും കുശലം തിരിച്ചു ചോദിക്കുകയാണ് വസിഷ്ഠൻ. അതാണ് സുഖോപവിഷ്ടം രാജാനം വിശ്വാമിത്രം. ഇരിപ്പിടത്തിൽ സുഖമായിട്ട് ഇരുന്ന് വിശ്രമിക്കുന്നവനായിട്ടുള്ള വിശ്വാമിത്രനോട് മഹാതപാഹ ബ്രഹ്മണസുത വസിഷ്ഠ ജപതാം ശ്രേഷ്ഠ പപ്രച്ഛ. മഹാതപസ്വിയായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ജപതാം ശ്രേഷ്ഠ, ജപിച്ച് മന്ത്രസിദ്ധി നേടിയവനായിട്ടുള്ള ആ മഹാമുനിയായിട്ടുള്ള വസിഷ്ഠൻ തിരിച്ച വിശ്വാമിത്രനോടും ചോദിച്ചു. പപ്രച്ഛ, എന്താ ചോദിച്ചത്? സുഖ വിവരങ്ങൾ, അതായത് കുശലം പപ്രച്ഛ. രാജാവ് ഋഷിവൃന്ദങ്ങളെ പറ്റിയിട്ട് വസിഷ്ഠനോട് ചോദിച്ചതുപോലെ തന്നെ തിരിച്ച് രാജാവിനോട് വസിഷ്ഠനും സുഖം തന്നെയല്ലേ എല്ലാവർക്കും എന്നുള്ളത് ചോദിക്കുകയാണ് ചെയ്യണത്. അത് കുറേ ശ്ലോകങ്ങളുണ്ട്, അത് അടുത്ത ദിവസം നോക്കാം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തം ദൃഷ്ട്വാ പരമപ്രീതോ വിശ്വാമിത്രോ മഹാബല പ്രണതോ വിനയാദ്വീരോ വസിഷ്ഠം ജപതാം വരം സ്വാഗതം തവ ചേത്യുക്തോ വസിഷ്ഠേന മഹാത്മന ആസനം ചാസ്യ ഭഗവാൻ വസിഷ്ഠോ വ്യാധിദേശഃ ഉപവിഷ്ടായ ച തദാ വിശ്വാമിത്രായ ധീമതേ
യഥാന്യായം മുനിവര ഫലമൂലമുപാഹരത് പ്രതിഗൃഹ്യതു താം പൂജാം വസിഷ്ഠാദ് രാജസത്തമ തപോഗ്നിഹോത്രശിഷ്യേഷു കുശലം പര്യപൃച്ഛത വിശ്വാമിത്രോ മഹാതേജ വനസ്പതിഗണേ തദാ സർവത്ര കുശലം പ്രാഹ വസിഷ്ഠോ രാജസത്തമം സുഖോപവിഷ്ടം രാജാനം വിശ്വാമിത്രം മഹാതപാഃ പപ്രച്ഛ ജപതാം ശ്രേഷ്ഠോ വസിഷ്ഠോ ബ്രഹ്മണസുത. തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങടെ എങ്ങനെയാണോ മര്യാദകളൊക്കെ പാലിച്ചത് വിശ്വാമിത്ര മഹാരാജാവ്, അതേപോലെ തന്നെ വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ബഹുമാനത്തോടു കൂടിയൊക്കെ വസിഷ്ഠൻ വിശ്വാമിത്രനോട് കുശലം ചോദിക്കുകയാണ് ചെയ്യണത്. അതൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ കാണാം. ഇന്നത്തെ സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.